ഞാൻ വന്നിട്ടുള്ളത് നരമ്പിൽ ഭഗവതി കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം തന്നെ ഈ ഭഗവതിയാന്ന് കേട്ടോ. പണ്ട് ഈ പ്രദേശത്ത് ഒരുപാട് മുനിമാർ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപസ്സെല്ലാം ചെയ്യുന്ന സമയത്ത് പൊടവതിയന്മാർ എന്ന അസുരകുലത്തിൽപ്പെട്ടവർ ഈ തപസ്സിനെയും പൂജനെല്ലാം ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു. അസുരന്മാരെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഇവരെല്ലാരും കൂടി കാസർഗോഡിലെ മടിയൻകുലത്തേക്ക് പോയി. മടിയൻകുലത്ത് ക്ഷേത്രപാലകൻ ശിവനാണ് പ്രതിഷ്ഠ. ശിവനോട് സങ്കടമെല്ലാം പറഞ്ഞ സമയത്ത് മടിയൻ ക്ഷേത്രപാലകൻ രേരമംഗലത്ത് ഭഗവതിയോട് കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവതി അതിരൗദ്രഭാവത്തിലുള്ള ഒരു ദേവി അങ്ങോട്ടേക്ക് പറഞ്ഞു. ദേവി പാതാളത്തിലൂടെ ആ അസുരന്മാരുടെ സ്ഥലത്തേക്ക് എത്തി. അതായത് ഇപ്പം ഈ അമ്പലമുള്ള പ്രദേശം. അങ്ങനെ അസുരന്മാർക്ക് നേരെ അമ്പെയ്തുകൊണ്ട് അവരെ വധിച്ചു. നേരെ അമ്പിനെ കൊണ്ട് വധിച്ചുകൊണ്ട് തന്നെ നേരമ്പ് എന്ന പേര് വന്നു. ആ ദേവീന നരമ്പിൽ ഭഗവതി എന്നറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. മടിയൻ ക്ഷേത്രപാലകൻ ഭഗവതിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ചോദിച്ച സമയത്ത് യുദ്ധം ചെയ്ത സ്ഥലത്ത് ഒരു ഇരിപ്പിടവും അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു നായരും ആവശ്യപ്പെട്ടു. കഥ ഇനിയും പൂർണ്ണമാവുന്നില്ല കേട്ടോ. ഈ കഥ എനിക്ക് കിട്ടിയത് സുരേഷ് ഏട്ടനിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു തെയ്യക്കോലം കൂടിയാണ്. ഈ നരമ്പിൽ തറവാടിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടിച്ചാൽ നരമ്പിലാണ്. ഈ തെയ്യം കാണാൻ വേണ്ടി വന്നത് ഞാനും വീത്താട്ടും കൂടിയാണ് കേട്ടോ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് അഖിലേഷ് അശോക് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. ഇവിടെ തെയ്യം നടക്കുന്ന സമയം തന്നെ വയലിന് അപ്പുറത്തെ അമ്പലത്തിലും തെയ്യം നടക്കുന്നുണ്ട്. അവിടെ കൂടിയാട്ടം നടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. തെയ്യങ്ങളെല്ലാം കൂടിയാടുന്നതാണ് കേട്ടോ. പുതിയ കഥകളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.